വയനാട് കുന്നംപറ്റയിലെ കോൺഗ്രസ് ഭവന പദ്ധതിക്കായുള്ള ഭൂമിയിലേക്ക് വഴികാട്ടുന്ന ബാനർ സ്ഥാപിച്ച ഡിവൈഎഫ്ഐ. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 230 വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് വാങ്ങിയെന്ന് പറയുന്ന 3.5 ഏക്കർ ഭൂമിയിലേക്കുള്ള വഴി എന്നടയാളപ്പെടുത്തിയ ബാനറാണ് സ്ഥാപിച്ചത്. ഈ ഭാഗത്ത് സ്ഥിരമായി ബോർഡ് വെക്കുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ്. വി.ഡി. സതീശൻ പണി തുടങ്ങിയെന്ന് പറഞ്ഞു. KPCC പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് പണിയേ കിട്ടിയിട്ടുള്ളൂ, അത് പൂർണ്ണമായും കൊടുത്തിട്ടില്ല എന്ന്. അതുകൂടി ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ കോൺഗ്രസിന്റെ ജീർണതയുടെ ഒരു രൂപമാണ്, പുതിയ മുഖമാണ്. ആ മുഖം ജനങ്ങളെ കാണിക്കുക എന്നുള്ള ഞങ്ങളുടെ ഉദ്ദേശമാണ് ഞങ്ങളിപ്പോൾ നടത്തിയത്. ഞങ്ങളിവിടെ ഒരു പെർമനന്റ് ബോർഡ് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ജീർണിച്ച കോൺഗ്രസ് ആണ്. കാളിദാസൻ ദേവദത്തുമുണ്ട് വയനാട്ടിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. കാളിദാസൻ, നേരത്തെ തന്നെ ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ഇതാ ഡിവൈഎഫ്ഐ ബാനർ സ്ഥാപിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതുതന്നെയാണ് രസ്ന, കൂടുതൽ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ തന്നെ ഡിവൈഎഫ്ഐയും കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വയനാട് സർക്കാർ ടൗൺഷിപ്പിലെത്തി 8-ാം നമ്പർ വീട്, വിള്ളൽ വീണ വീട്, ചോർച്ചയുള്ള വീട് സന്ദർശിച്ച ശേഷമാണ് ഇവിടെ നിന്നും തങ്ങൾ കുന്നംപറ്റയിലേക്ക് പോവാണ്. കോൺഗ്രസ് പിരിച്ച പണം എവിടെ എന്നുള്ള ചോദ്യമൊക്കെ നേരത്തെ തന്നെ ഇടതുപക്ഷ നേതാക്കളടക്കം തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു. അവസാന കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യം തന്നെ വീണ്ടും ആവർത്തിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ വയനാട് CPIM വയനാട് ജില്ലാ സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കണക്കുകളും കോൺഗ്രസ് പ്രഖ്യാപിച്ച തീയതികളും അതോടൊപ്പം അന്നു മുതൽ ഇന്ന് വരെയുള്ള ദിവസക്കണക്കും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇനി ഇതിന് മറുപടി പറഞ്ഞിട്ട് മതി വിള്ളൽ പൊറാട്ട് നാടകം എന്നുള്ള തരത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ഈ സർക്കാർ ടൗൺഷിപ്പിലെ 8-ാം നമ്പർ വീട്, ചോർച്ചയുള്ള വീട് സന്ദർശിച്ച ശേഷം വി വസീഫ് ഇവിടെ നിന്നും പ്രവർത്തകർക്കൊപ്പം കുന്നംപറ്റയിലേക്ക് പോയത്. കുന്നംപറ്റയിലെത്തി ഒരു തുണി കൊണ്ട് നിർമ്മിച്ച ബാനറാണ്. ആ ബാനറിൽ ഈ കാര്യങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു ബാനർ കൂടിയാണ് അതിലെഴുതിയത്. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് 230 വീട് നിർമ്മിക്കാൻ കോൺഗ്രസ് വാങ്ങി എന്ന് പറയുന്ന 3.5 ഏക്കർ ഭൂമിയിലേക്കുള്ള വഴി എന്ന് അടയാളപ്പെടുത്തിയ ബാനറാണ്. ആ ബാനറിന് താഴെ ചെറുതായിട്ട് നോട്ടീസ് ബോർഡ് എന്നുള്ള തരത്തിൽ എഴുതിയിട്ടുമുണ്ട്. പണം പൂർണ്ണമായും കൊടുത്തിട്ടില്ല എന്നുള്ള ഒരു കാര്യം കൂടി ആ ഒരു നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു ബാനറിലൊന്നും അവസാനിക്കില്ല. താങ്കൾ ഇവിടെ സ്ഥിരമായി ഒരു ബോർഡ് സ്ഥാപിക്കാൻ ബാനർ ഒരുങ്ങുകയാണെന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസിന്റെ ജീർണതയാണ് ഇവിടെ നിന്ന് വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തികളിലൂടെ വ്യക്തമാകുന്നത്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ആദ്യ ഒരു ബാനർ എന്നുള്ളത് തന്നെ നിലവിൽ ഡിവൈഎഫ്ഐ സ്ഥാപിച്ചിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ അവിടെ സ്ഥിരമായി ഒരു ബോർഡ് വെക്കാൻ കൂടി ഒരുങ്ങുന്നു ഡിവൈഎഫ്ഐ എന്നുള്ളതാണ്. ശരി കാളിദാസൻ, അപ്പോൾ വയനാട് കുന്നംപറ്റയിലെ കോൺഗ്രസ് ഭവന പദ്ധതിക്കായുള്ള ഭൂമിയിലേക്ക് വഴികാട്ടുന്ന ബാനർ സ്ഥാപിച്ചിരിക്കുകയാണ് ഡിവൈഎഫ്ഐ. പ്രത്യാരോപണങ്ങൾ വരും ദിവസങ്ങളിലും തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.